ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ബ്രാഞ്ച് എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള ബ്രാഞ്ചസ് ആണ്, ലൈക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഡെറ്റർ സിസ്റ്റത്തെക്കുറിച്ചും, അതോടൊപ്പം തന്നെ ഡെറ്റർ സിസ്റ്റത്തിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്താണ്, അതുപോലെ തന്നെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്താണ്, കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം ജേണൽ എൻട്രീസാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ഏതെല്ലാം ജേണൽ എൻട്രീസാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റ്, അതുപോലെ തന്നെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ളതൊരു സംശയമല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കിടക്കാം. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് നമ്മൾ പറഞ്ഞതാണ് ഒരു ബ്രാഞ്ച്, സോ അത് ഏത് സമയത്തും അതിൻ്റെ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതെല്ലാം രീതിയിലൂടെയാണ്, ഏതെല്ലാം മെത്തേഡ്സിലൂടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 മെത്തേഡ്സാണ് ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഡെറ്റർ സിസ്റ്റമാണ്, സെക്കൻഡ് വൺ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം, തേർഡ് വൺ ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഫോർത്ത് വൺ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഇതിൽ നമുക്ക് ഫസ്റ്റ് 2 മെത്തേഡ്സ് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് 2 മെത്തേഡ്സ് മാത്രമാണ്, അതായത് ഡെറ്റർ സിസ്റ്റവും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറ്റർ സിസ്റ്റമാണ്. സോ അണ്ടർ ദിസ് മെത്തേഡ് ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് എ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഈച്ച് ബ്രാഞ്ച്. അപ്പം ഡെറ്റർ സിസ്റ്റം പ്രകാരം ഹെഡ് ഓഫീസ് ഓരോ ബ്രാഞ്ചിനും സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഹെഡ് ഓഫീസിന് 5 ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ബ്രാഞ്ചിൻ്റെയും സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസിൽ പ്രിപ്പയർ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും ലോസ് എത്രയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ബ്രാഞ്ചിനും സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ നേച്ചറിലുള്ള അക്കൗണ്ടാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ബ്രാഞ്ച്. അപ്പോൾ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ 3 അക്കൗണ്ടും കോമ്പിനേഷനാണ്, ഇതെല്ലാം ഈ 3 കൂടി കൂടുന്നതാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെറ്റർ സിസ്റ്റത്തിൽ ഒരു ഹെഡ് ഓഫീസിൽ ഒരു ബ്രാഞ്ചിൻ്റെ ഈ 3 കാര്യങ്ങൾ, ഒരു ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബ്രാഞ്ചിൻ്റെയും ഈ ഹെഡ് ഓഫീസിൽ കീപ്പ് ചെയ്യുമെന്നാണ് ഈ ഒരു ഡെറ്റർ സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെറ്റർ സിസ്റ്റം പ്രകാരം ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസിൽ മാത്രമാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് ബ്രാഞ്ചസ് ഉള്ള ബിസിനസ്സിൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഓരോ ബ്രാഞ്ചിൻ്റെയും സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 100 ബ്രാഞ്ചസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്രാഞ്ചിലുള്ള ഒരു ബിസിനസ്സിന് ഇത്തരം
മെത്തേഡ് ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ബ്രാഞ്ചുള്ള അല്ലെങ്കിൽ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഡെറ്റേഴ്സ് സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ 2 രീതിയിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആണ് ഈ ബ്രാഞ്ച് സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണോ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ്, സോ അതായിരിക്കും ഈ ഒരു ബ്രാഞ്ച് അതിൻ്റെ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവർ 2 രീതിയിലുള്ള പ്രൈസാണ് ഇവർ ചാർജ് ചെയ്യുക. അപ്പോൾ ഹെഡ് ഓഫീസിന് വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിന് ഗുഡ്സ് ബ്രാഞ്ചിന് സെല്ല് ചെയ്യാം. അതർവൈസ് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിന് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെല്ല് ചെയ്യാം. ഇങ്ങനെ 2 ഓപ്ഷൻസ് ആണുള്ളത്. കോസ്റ്റ് പ്രൈസിനോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിനോ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അതിൻ്റെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ്. അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. Under this method, goods are sent to the branch at cost to the head office. Here, cost price means purchase price plus any purchase expenses incurred on the goods. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് പ്രകാരം എത്രയാണോ ഹെഡ് ഓഫീസിന് വരുന്ന കോസ്റ്റ്, ആ ഒരു ഗുഡ്സിന് വാങ്ങാൻ വേണ്ടിയിട്ട് എത്രയാണോ കോസ്റ്റ് ഹെഡ് ഓഫീസിന് വന്നിട്ടുള്ളത്, ആ കോസ്റ്റിനാണ് ബ്രാഞ്ചിന് ഈ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് പ്ലസ് എക്സ്പെൻസസ് ഇൻകേർഡ്, എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദി ഗുഡ്സ് എന്നുള്ളതാണ്. അപ്പം ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാവും, പർച്ചേസ് പ്രൈസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആ പർച്ചേസ് ചെയ്യുമ്പോൾ ചില പർച്ചേസ് എക്സ്പെൻസസ് കൂടി ഉണ്ടാവും. അപ്പോൾ ആ 2 കൂടിയും കൂട്ടിയിട്ടുള്ള എമൗണ്ടിനെയാണ് ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഹെഡ് ഓഫീസ് ആ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അതോടൊപ്പം തന്നെ അതിനോടുകൂടി ഇവർക്ക് എന്തെങ്കിലും ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ക്യാരേജ് കോസ്റ്റോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു പർച്ചേസ് പ്രൈസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. സോ അതിൻ്റെ ടോട്ടലിനെയാണ് ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പ്രോഫിറ്റും ഹെഡ് ഓഫീസ് ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഹെഡ് ഓഫീസ് എത്ര രൂപക്കാണോ ഈ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, അതേ കോസ്റ്റ് പ്രൈസിനാണ്, അതേ എമൗണ്ടിനാണ് ബ്രാഞ്ചിലേക്ക് ഈ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രോഫിറ്റും ഹെഡ് ഓഫീസ് ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറ്റർ സിസ്റ്റത്തിൽ, അതും കോസ്റ്റ് പ്രൈസ് മെത്തേഡിനാണ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനാണ് നമ്മൾ ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ എന്തെല്ലാം ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ജേണൽ എൻട്രീസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ്. അപ്പോൾ ഹെഡ് ഓഫീസ് ബുക്സിലാണ് നമ്മൾ പറഞ്ഞു, ഡെറ്റർ സിസ്റ്റത്തിൽ ഹെഡ് ഓഫീസ് ബുക്സിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഹെഡ് ഓഫീസ് ബുക്സിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, പെറ്റി ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ്. അപ്പോൾ ഇത്തരം അസറ്റുകളിൻ്റെ ഓപ്പണിംഗ് ബാലൻസസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റോക്ക്, പെറ്റി ക്യാഷ്, അതർ അസറ്റ്സ്, അപ്പോൾ ഇത്തരം അസറ്റ്സിൻ്റെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അതർ അസറ്റ്സ് അക്കൗണ്ട്. ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ദെൻ സെക്കൻഡ് വൺ ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റീസ് ഇഫ് എനി. അപ്പം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് റെക്കോർഡ് ചെയ്ത പോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇനി തേർഡ് വൺ ഗുഡ്സ് സെൻഡ് ടു ദ ബ്രാഞ്ച്. അതായത് ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ ഫോർത്ത് എൻട്രി എന്ന് പറയുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ്. അപ്പം ഓൾറെഡി ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക്
ആദ്യം ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് കാരണം ഈ ബ്രാഞ്ചിൽ നിന്ന് തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് തന്നെ ഗുഡ്സ് റിട്ടേൺ വരികയാണെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ നേരെ മൂന്നാമത്തെ എൻട്രിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കൊണ്ട് വരിക. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ എൻട്രിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നാലാമത്തെ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് വെൻ ഹെഡ് ഓഫീസ് മീറ്റ്സ് ബ്രാഞ്ച് എക്സ്പെൻസസ് ഓർ സെൻസ് ക്യാഷ് ടു ദി ബ്രാഞ്ച് ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ക് സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷ് എക്സെട്ര. അപ്പം അഞ്ചാമത്തെ എൻട്രി പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസസ് ഹെഡ് ഓഫീസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഹെഡ് ഓഫീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ച് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് സെയിൽസ് ഓർ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഡയറക്റ്റ് ഫ്രം ഡെറ്റേഴ്സ്. ഇനി അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്താണ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുക. അപ്പം എന്തിനാ ക്യാഷ്, ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് റിസീവ് ചെയ്യുന്നത്? ചിലപ്പോൾ ക്യാഷ് സെയിൽസ് നടത്തുമ്പോൾ ബ്രാഞ്ചിന് ക്യാഷ് കിട്ടും. അതുപോലെ തന്നെ ഡെറ്റേഴ്സിൽ നിന്ന് ചിലപ്പോൾ ക്യാഷ് കിട്ടാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിന് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള എൻട്രിയാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി സെവൻത്ത് വൺ എന്ന് പറയുന്നത് ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക് എക്സെട്ര. ഇനി ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെ എൻട്രിയിൽ ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് ഇവിടെ വരിക ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ. നോക്കാം, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ എയ്ത്ത് വൺ ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റീസ്. അതോടൊപ്പം തന്നെ ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ബാലൻസസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട്. ദെൻ നയൻത്ത് വൺ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അറ്റ് ദ ബ്രാഞ്ച്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാൻ ലോസ് കിട്ടാം. അപ്പം പ്രോഫിറ്റാണ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് എൻട്രി ടെൻത്ത് വൺ ട്രാൻസ്ഫർ ഓഫ് ബാലൻസിങ് ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പം ബ്രാഞ്ചിൽ ബാലൻസ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ഇത്രയും 10 ജേണൽ എൻട്രീസാണ് നമ്മൾ കോസ്റ്റ് പ്രൈസിനാണ് നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ 10 എൻട്രീസാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെസിമെൻ ഓഫ് എ ബ്രാഞ്ച് അക്കൗണ്ടാണ്. അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്നുള്ളതാണ്. ഇത് ഹെഡ് ഓഫീസ് ബുക്സിലാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഇതാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് അപ്പിയർ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ കണ്ട ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല, അപ്പിയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക ഒരു ബ്രാഞ്ചും അതുപോലെ തന്നെ ഹെഡ് ഓഫീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണോ ആ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഹെഡ് ഓഫീസും അതേപോലെ ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അടങ്ങിയിട്ടുള്ള ജേണൽ എൻട്രീസ് അല്ലെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നുള്ള ഫസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പെൻസസ് മെറ്റ് ബൈ ബ്രാഞ്ച് ഔട്ട് ഓഫ് ക്യാഷ്.
അപ്പം ബ്രാഞ്ചാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാഷിൽ നിന്ന്, അവർക്ക് കിട്ടിയ ക്യാഷിൽ നിന്ന്, ഹെഡ് ഓഫീസ് കൊടുത്ത ക്യാഷിൽ നിന്നും ഇവർ എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. കാരണം അത് ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ ഫിക്സഡ് അസറ്റ്സ് ബൈ ബ്രാഞ്ച്. ഇനി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യാണ് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ ഫിക്സഡ് അസറ്റ്സ് ബൈ ബ്രാഞ്ച്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്രാഞ്ച് അവരുടെ ഫിക്സഡ് അസറ്റ്സ് സെല്ല് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരുടെ ഗുഡ്സ് പുറത്തേക്ക് സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിലും ഈ ഒരു ട്രാൻസാക്ഷനും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല. കാരണം എന്താണ്? ഇതൊന്നും ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ല എന്നുള്ളതാണ്. അപ്പം ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നുള്ള ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, സെയിൽസ് റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് ടു ബ്രാഞ്ച്, ക്രെഡിറ്റ് സെയിൽ, ക്യാഷ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ഫ്രം ബ്രാഞ്ച് ഡെറ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ട്രാൻസാക്ഷൻസും ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അതോടൊപ്പം തന്നെ ബ്രാഞ്ചിൽ വരുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഫിക്സഡ് അസറ്റ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് വന്നു അല്ലെങ്കിൽ ലോസ് വന്നു. അപ്പോൾ ഇതും എന്ത് ചെയ്യില്ല, നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ അബ്നോർമൽ ലോസസ് ആണ്. അപ്പം നോർമൽ ലോസസ് ഉണ്ട്, അബ്നോർമൽ ലോസസ് ഉണ്ട്. നോർമൽ ലോസസ് എന്ന് പറയുന്നത് കമ്പനീൻ്റെ നോർമൽ ഓപ്പറേഷൻസിൽ നിന്നുണ്ടാവുന്ന ലോസാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ലോസിനേക്കാൾ അതിൽ കൂടുതലായിട്ട് വരുന്ന ലോസാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. നോർമൽ ലോസിനേക്കാളും ഹയർ ആയിട്ട് വരുന്ന, കൂടുതലായിട്ട് വരുന്ന ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യില്ല, നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് പോയിൻ്റ് പെറ്റി ക്യാഷ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്. അതോടൊപ്പം തന്നെ പെറ്റി ക്യാഷ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ സ്മോൾ എക്സ്പെൻസസ്, അതായത് സ്റ്റേഷനറി, അത്തരം സ്മോൾ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ആയിരിക്കും. സോ അതിനുള്ള ഫണ്ട് ഓൾറെഡി ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പെറ്റി എക്സ്പെൻസസ് ബ്രാഞ്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് സോ അത്തരം ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യില്ല, ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഷോർട്ടേജ് ഓർ സർപ്ലസ് ഓഫ് സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ കുറച്ച് സർപ്ലസ് വരുന്നു അല്ലെങ്കിൽ കുറച്ച് ഷോർട്ടേജ് വരുന്നു. നമ്മൾ അക്കൗണ്ട്സ് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷോർട്ടേജോ സർപ്ലസ് ഓഫ് സ്റ്റോക്കോ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ്, ഈ പറഞ്ഞ ഇത്രയും ട്രാൻസാക്ഷൻസ് ഒരിക്കലും ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുമാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ, ഹെഡ് ഓഫീസും അതോടൊപ്പം തന്നെ ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എന്താണോ അത് മാത്രമേ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്താണെന്നുള്ളതാണ്. അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ എന്തെല്ലാം ജേർണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അതിൻ്റെ ഫോർമാറ്റ്. ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ തന്നെ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ്, ദാറ്റ് ഈസ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് may send goods at a price higher than the cost price. This higher or inflated price is generally termed as invoice price. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഹയർ പ്രൈസിനാണെങ്കിൽ, അതായത് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടിയ ഒരു പ്രൈസിനാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ സോ ആ ഹയർ പ്രൈസിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലേറ്റഡ് പ്രൈസിനെയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഹെഡ് ഓഫീസ് ഒരു കോസ്റ്റ് പ്രൈസ്, അവർ വാങ്ങിയ കോസ്റ്റ് എത്രയാണോ, പർച്ചേസ് പ്രൈസ് എത്രയാണോ അതിനോട് കൂടി ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് ആ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെല് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരം പ്രൈസിനെയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം നമ്മൾ
ഒരു അഡീഷണലായിട്ട് കുറച്ച് ജേണൽ എൻട്രീസും കൂടി നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ വരുന്ന എല്ലാ ജേണൽ എൻട്രീസും നമ്മളിവിടെ പാസ് ചെയ്യണം. അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ 10 ജേണൽ എൻട്രീസ് പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ 10 ജേണൽ എൻട്രീസിന് പുറമെയായിട്ട് അഡീഷണലായിട്ട് നമ്മൾ ഒരു കുറച്ച് ജേണൽ എൻട്രീസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് ജേണൽ എൻട്രീസും കൂടി നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ വരുന്ന ലോഡിങ് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ രണ്ടാമത്തത് റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഇവർ ആഡ് ചെയ്തിരുന്ന ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലേ, അതിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാനുള്ള എൻട്രിയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി മൂന്നാമത്തെ എൻട്രിയാണ് റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബ്രാഞ്ച് അവരെന്തെങ്കിലും ഡാമേജ് കാരണം അവരുടെ ആ ഒരു ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ്, ഹെഡ് ഓഫീസിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ആ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സിൽ വരുന്ന ലോഡിങ് ആ പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ്, ആ ഒരു ഹയർ പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് മേലെ പറഞ്ഞ രണ്ടാമത്തെ എൻട്രീൻ്റെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ എൻട്രി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ അഡ്ജസ്റ്റിംഗ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ലോഡിങ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ആ ഒരു ഹയർ പ്രൈസിനായിരിക്കും നമ്മൾ ആ ഒരു എമൗണ്ട് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഹയർ ഇഫക്റ്റ് അല്ല ഒരു പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം അഡീഷണൽ എൻട്രീസാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്നുള്ളതാണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് കാണാൻ പറ്റും ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ്. അപ്പം ഇത് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ ചെയ്ത ബ്രാഞ്ച് അക്കൗണ്ട്. സോ അതിൽ ചില ഐറ്റംസ് ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് ഐറ്റംസും കൂടി വന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെറ്റർ സിസ്റ്റത്തിൽ ഇൻവോയ്സ് പ്രൈസിനാണ് ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വ്യത്യസ്ത ടോപ്പിക്കുകൾ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി, നമസ്കാരം.